ഹിന്ദുസം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയെന്നല്ലാതെ അവരിതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ മറ്റു മതക്കാരായിക്കോട്ടെ അവർ വിമർശിക്കാനെങ്കിലും നമ്മുടെ ഇതിനെപ്പറ്റി പഠിക്കണം. ഇവരിതിനെപ്പറ്റി ഒന്നുമില്ല, ഉപനയനം പോലും കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങള് ഇത് കണ്ടിട്ടില്ലേ? സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മാമോദിസ ക്രിസ്ത്യാനികൾ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് എന്താ, ജനിക്കുന്നു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നു, അങ്ങ് പോകുന്നു, റോട്ടിൽ കൂടെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരുതരം ട്രെയിൻഡ് അല്ലാത്ത നായ്ക്കളെ പോലെ അങ്ങ് നടക്കാം. ഇത് സാധന പോലും അറിയില്ല. ഇപ്പൊ എല്ലാവർക്കും ബിസിനസ്സാണ്. ക്ഷേത്രങ്ങളിലെ ബിസിനസ്, ഗുരുവര്യന്മാരെന്ന് പറഞ്ഞ് കുറെ പേര് അങ്ങനെ ബിസിനസ്. എല്ലാവരും ബിസിനസ് ആവശ്യമാണ്, പക്ഷെ ആത്മീയതയല്ല ബിസിനസ് ചെയ്യാൻ. ഒരു മനുഷ്യന് ഒരിക്കലും സക്സസ് ആവില്ല. ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും അത് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്. നമുക്കിപ്പോ അമ്പലത്തിൽ പോയി പള്ളിയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനെ പറ്റി അതിന്റെ സയൻസ് പഠിക്കാതെ, അതിന്റെ സയൻസ് അറിയാതെ ഒരു രീതിയിലുള്ള ഗുണവും കിട്ടാൻ പോകുന്നില്ല. ആൾക്കാരെ പറ്റിക്കുകയാണ്. നമ്മളിപ്പോ ഒരു കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് അമേരിക്കയില് ഗൾഫിലും ഇരിക്കുകയാണ്, ഭാര്യ ഇവിടെ ഹോമവും പൂജയും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. അതിനൊരു കർമ്മമുണ്ട്, ആ കർമ്മം ചെയ്യണം. സ്റ്റേറ്റ് കംപ്ലീറ്റ് ഗവൺമെന്റ് CPM-നെ പോലുള്ള ഒരു പാർട്ടിയുടെ കൂടെയൊക്കെ അടിച്ചു നിന്നിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, അതുപോലെ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകളുടെ കൂടെ അടിച്ചു നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇതൊക്കെ BJP-യുടെ സഹായം കൊണ്ടാണോ? BJP-ക്കാര് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് ലഭിക്കുന്ന മരുന്നാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ മന്ത്രം ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത്രയും വിവരമുള്ള സ്വാമിമാരുണ്ടാവണം. ആരെങ്കിലും വല്ലതും പറഞ്ഞു കൊടുക്കാന്ന് അവനെ തള്ളക്കി വിളിക്കുന്നവന്മാരാണ് നമ്മുടെ ആൾക്കാർ. BJP-ക്കാരുടെ വിചാരം അവരാണ് ഇവിടുത്തെ ഹിന്ദുസത്തിന്റെ ഇതാണ്. അവരൊന്നുമല്ല. ഒരു ഹിന്ദുസം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയെന്നല്ലാതെ അവരിതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ മറ്റു മതക്കാരായിക്കോട്ടെ അവർ വിമർശിക്കാനെങ്കിലും നമ്മുടെ ഇതിനെപ്പറ്റി പഠിക്കണം. ഇവരിതിനെപ്പറ്റി ഒന്നുമില്ല, ഉപനയനം പോലും കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങള് ഇത് കണ്ടിട്ടില്ലേ? സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മാമോദിസ ക്രിസ്ത്യാനികൾ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് എന്താ, ജനിക്കുന്നു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്നു, അങ്ങ് പോകുന്നു, റോട്ടിൽ കൂടെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരുതരം ട്രെയിൻഡ് അല്ലാത്ത നായ്ക്കളെ പോലെ അങ്ങ് നടക്കാം. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഉണ്ടാവുന്ന ഇതെന്ന് വെച്ചാൽ ഇവരിലൂടെ ഇവർ മാത്രമല്ല, ഇവരുടെ വീട് നശിക്കുന്നു, ഇവരുടെ ചുറ്റുപാടുമുള്ളവർ നശിക്കുന്നു, ഇവരുടെ ശ്വാസം, ഇവരുടെ എനർജി, ഇവരെവിടെയൊക്കെ ചെന്ന് നിൽക്കുന്നോ ഇവരിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണല്ലോ മറ്റുള്ളവർ റിസീവ് ചെയ്യുന്നത്. നമ്മള് നല്ല സാധന ചെയ്യുന്നവരെ കാണുമ്പോൾ, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. കാരണം അവരുടെ ഓറിയിൽ നിന്ന് അത് റേഡിയേറ്റ് ചെയ്യുന്നത്. ഇത് സാധന പോലും അറിയില്ല. ഇപ്പൊ എല്ലാവർക്കും ബിസിനസ്സാണ്. ക്ഷേത്രങ്ങളിലെ ബിസിനസ്, ഗുരുവര്യന്മാരെന്ന് പറഞ്ഞ് കുറെ പേര് അങ്ങനെ ബിസിനസ്. ബിസിനസ് ആവശ്യമാണ്, പക്ഷെ ആത്മീയതയല്ല ബിസിനസ് ചെയ്യേണ്ടത്. നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് നമ്മൾ പ്രൊഡക്ട്സ് ബിസിനസ് ചെയ്തോളൂ. നമ്മുടെ സമയം നമ്മൾ അതിനൊരു വിലയിടൂ. എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്റെ സമയമാണ്. എനിക്ക് ഒരു മണിക്കൂറിന് 3 ലക്ഷത്തിന് മുകളിൽ എനിക്ക് ഒരു ടൈമിന് കിട്ടും. ഞാൻ കുറെ കളഞ്ഞിട്ട് എന്റെ പൈസ എല്ലാം കളഞ്ഞ് സമയം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റി നേരെ ഇരുന്നാലേ അതിനകത്തുള്ള ഇൻഡിവിജ്വൽസ് നേരെ ഇരിക്കും. അപ്പൊ പോലീസിനൊരു പരിധിയുണ്ട്, കോടതിക്ക് ഒരു പരിധിയുണ്ട്. ഇവർക്കൊക്കെ ഒരു കുറ്റം കാണിക്കുമ്പോൾ മാത്രമേ ശിക്ഷിച്ച് അകത്തിടാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ കുറ്റം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർമാര് സുഖം വരുമ്പോ ചികിത്സിക്കുന്നു. പക്ഷെ അസുഖം വരാതിരിക്കുമ്പോ ഉണ്ടാവുന്ന ഗുണം, അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്സും അഡ്വൈസും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്നുള്ള നിലയിൽ നമ്മൾക്ക് 3 ബോഡീസ്, കാരണശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. അതിൽ ഈ സ്ഥൂല ശരീരം ആണ് നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡി. ഇത് കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിൽ അത്രയും നല്ല സ്ട്രോങ് ആയിരിക്കണം, സൂക്ഷ്മ ശരീരം സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ട പ്രിക്കോഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചിട്ടകൾ, അതിനെപ്പറ്റി പഠിക്കാതെ ഒരു മനുഷ്യന് ഒരിക്കലും സക്സസ് ആവില്ല. ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും അത് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്. നമുക്കിപ്പോ അമ്പലത്തിൽ പോയി പള്ളിയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനെ പറ്റി അതിന്റെ സയൻസ് പഠിക്കാതെ, അതിന്റെ സയൻസ് അറിയാതെ ഒരു രീതിയിലുള്ള ഗുണവും കിട്ടാൻ പോകുന്നില്ല. ആൾക്കാരെ പറ്റിക്കുകയാണ്. നമ്മളിപ്പോ ഒരു കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് അമേരിക്കയില് ഗൾഫിലും ഇരിക്കുകയാണ്, ഭാര്യ ഇവിടെ ഹോമവും പൂജയും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. അതിനൊരു കർമ്മമുണ്ട്, ആ കർമ്മം ചെയ്യണം. അതുപോലെ നമ്മൾക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തതെന്ന് ആർക്കും ഒരു അഡ്വൈസ് തരുന്നില്ല. പൈൽസ് രോഗം വന്ന തലയിൽ അമൃതാഞ്ജൻ ഇടാൻ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു മതപഠനമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ BJP-ക്കാരില് ഉള്ള ആൾക്കാരെടുക്കൂ, ക്ഷേത്രങ്ങളിൽ പോകുന്നവർ ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കുന്നില്ല, അതിന്റെ സയൻസ് എന്താണെന്ന് പഠിക്കുന്നില്ല, ചുമ്മാ അതിനകത്ത് കയറി ഷോ കാണിക്കുക. ഇത് ഞാൻ ഒരുപാട് കണ്ടതാണ്, ഒരുപാട് മനസ്സിലാക്കിയതാണ്. പിന്നെ ആൾക്കാരോട് ധാർമ്മികമായിട്ടല്ല ഇടപെടുന്നത്, ആരോടും സ്നേഹമില്ല. സ്നേഹപരമായി ഹാർട്ട് ചക്രയൊക്കെ വർക്ക് ചെയ്യേണ്ടത് നല്ല പോലെ, സൂക്ഷ്മ ശരീരം വർക്ക് ചെയ്യണ്ടേ. അതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു. കഴിവ് കിട്ട നേതാക്കളെ ഉൾക്കൊള്ളുന്ന അവര് പറയുന്നത് വിശ്വസിക്കുന്ന എന്താണ്, ആജ്ഞാചക്രം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിക്കുന്നു. എന്താണ് ഈ പറയുന്ന അവരുടെ ഇത് നമ്മുടെ
മൂലാധാരത്തു നിന്ന് മുകളിലേക്ക് വരുമ്പോൾ, കുണ്ടലിനി എനർജി മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ ആ, ആ, ഓരോ ചക്രങ്ങളുടെയും പ്രവർത്തന രഹിതം, അല്ലെങ്കിൽ ആ ചക്രങ്ങളുടെ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങളെ പറ്റി ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വളരെ പവേർട്ടഡ് ആയിട്ട് ചിന്തിക്കുന്നത് മൂലാധാരത്തിലുള്ള ബ്ലോക്സും അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ മണിപുരയിലുള്ള ബ്ലോക്കുകൾ, അഹങ്കാരം എന്തുമാത്രമാണ്. അതുപോലെ സ്വാധിഷ്ഠാനത്തിലുള്ള പ്രശ്നം, അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന ഭയം, ഭയങ്കര ഭയം കൊണ്ടാണ് ഈ ബഹളം ഉണ്ടാകുന്നത്. തോറ്റുപോകുമെന്നുള്ളത്, അയ്യോ നമ്മൾ അവരെ ആക്രമിക്കും, എന്തിനാ പേടിക്കണേ? നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് അത്രയും എനർജി ഉണ്ടെങ്കിൽ നമ്മളെ ആര് തോപ്പിക്കാൻ പറ്റും? ഇപ്പൊ പേടി കൊണ്ടാണ് ഈ ബഹളം വെക്കുന്നത്. കാട്ടിൽ നിന്ന് ഒരു കടുവ ഇറങ്ങി വരുമ്പോൾ എന്നെ കല്ലുവറക്കി എറിയുന്ന പേടിയുള്ളതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ശ്രേഷ്ഠന്മാർ കൊടുതൂക്കി മലയിൽ വെച്ച് കടുവേനെ പിടിച്ച് അടുത്തിരുത്തിയിട്ടുണ്ട്, നാണിയാശാന്റെ മുന്നിൽ വെച്ച്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടപ്പാ. നമുക്ക് നല്ലൊരു ഗുരു ഇല്ല, എല്ലാരെയും പുച്ഛമാണ്. മലയാളികൾ അവനെക്കാളും വലിയവനെ ആരെങ്കിലും കണ്ടാൽ പുച്ഛിക്കുക ഒരു സ്വഭാവം ഉള്ളതാണ് പൊതുവെ. നമ്മളെക്കാട്ടും കഴിവില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക, അവരെ വളർത്തിയെടുക്കുക എന്നുള്ള സ്വഭാവമില്ല. നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നുള്ളതാണ്. അതുപോലെ നമ്മളെക്കാൾ അറിവുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെയും പുച്ഛമാണ്, നമ്മളെ കഴിഞ്ഞ് ആരുമില്ല. ഇതൊക്കെ ഓരോ സ്പിരിച്വൽ ഡിസീസാണ്. അപ്പം ചിന്തിക്കുക, നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും നിങ്ങളുടെ ചുറ്റുപാടും നന്നാവും എന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എനിക്ക് മലയാളികൾ തന്നിട്ടല്ല ഞാൻ ഇന്ന് വരെ എത്തിയത്. മലയാളികൾ എന്നെ ദ്രോഹിച്ച പോലെ ലോകത്ത് ആരെയും ദ്രോഹിച്ചിട്ടുണ്ടാകും. ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തേങ്ങയാണ്, എന്ത് സ്വാമിയാണ്, എന്ത് കഴിവാണ്? എന്റെ കഴിവുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നത്. എന്നെ പോലെ ഇത്രയും ലീഗലി നിയമപരമായിട്ട് എന്തുമാത്രം ഉപദ്രവിച്ചു. 24 വയസ്സുള്ള ഒരു ചെക്കനെ എന്തൊക്കെ ഉപദ്രവിച്ചു. ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് ഗവൺമെന്റ് CPM-നെ പോലുള്ള ഒരു പാർട്ടിയുടെ കൂടെയൊക്കെ അടിച്ചു നിന്നിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ, അതുപോലെ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകളുടെ കൂടെ അടിച്ചു നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഇതൊക്കെ BJP-യുടെ സഹായം കൊണ്ടാണോ? BJP-ക്കാര് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ നമ്മളിലുള്ള ഒരു ആത്മീയ ശക്തി, നമ്മൾക്കുള്ള മറ്റു ചില എനർജീസും കൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ ഒരു പെറ്റി കേസ് വന്ന് അപ്പൊ തന്നെ ചാടി ഓടി ആത്മഹത്യ ചെയ്യാൻ പോകും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ആ പയ്യന്റെ മരണത്തില്, നമ്മുടെ നിതിൻ മോന്റെ മരണത്തിൽ ഒരു കാര്യം കൂടെ, ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു ചിന്ത പോലും വന്നാൽ നിങ്ങൾ എന്തെങ്കിലും കൗൺസിലിംഗ് വിങ്ങുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ഭഗവത് കർമ്മയുടെ ഒരു വലിയൊരു വിങ് തന്നെയുണ്ട് അതിനു വേണ്ടി. ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ഈസ് സോ മച്ച് പ്രഷ്യസ്. കിട്ടുക എന്ന് പറയുന്ന വലിയ പാട്.